നമ്മളെ എല്ലാം മെന്ററായ നമ്മുടെ TCG അദ്ദേഹത്തിന്റെ ആ പാദങ്ങളിൽ ഞാൻ നമിക്കുന്നു. കാരണം അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ ആ ഉള്ളിൽ തോന്നിയ ആ ഉൾവിളി നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ആരും ഒരിടത്തും എത്തില്ലായിരുന്നു. അതുപോലെ തന്നെ എന്നെ RCMലേക്ക് കൊണ്ടുവന്ന കറുകച്ചാൽ, ഞാൻ കോട്ടയം കറുകച്ചാൽ നെടുങ്കുന്നത്താണ് താമസിക്കുന്നത്. അപ്പൊ കറുകച്ചാലിലുള്ള രാജു സാറാണ് എന്നെ RCMലേക്ക് കൊണ്ടുവന്നത്. സാറിനും സാറിന്റെ ഫാമിലിയെ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ തന്നെ പേരെടുത്ത് എല്ലാ ലീഡർമാരെയും പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കോട്ടയത്തിന്റെ ലീഡർമാരായ സാറമ്പ്രാട് ബാബു സാറ്, ജെമിനി മാഡം, അതുപോലെ തന്നെ നമ്മുടെ വലിയേട്ടൻ ബിനു സാറ്, സിസിലി മാഡം, അതുപോലെ തന്നെ ഞങ്ങളെ എംബ്രാഡായ സുഭാഷ് സാറ്, നിഷ മാഡം, എല്ലാവരെയും ടെക്നിക്കൽ അച്ചീവർമാരെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. 2015 ഞാൻ 2015 ഇലക്ഷൻ നിൽക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അവിടുന്നാണ് അതിന്റെ തുടക്കം. അപ്പോൾ ഞാൻ ഒരു ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് ആയിരുന്നു, ഒരു LIC ഏജന്റ് ആയിരുന്നു, സ്കൂൾ മാസ്റ്റർ എന്ന വിദ്യാഭ്യാസ മാസിക വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2015 RCM ഇലക്ഷൻ നിർത്തി. ചേട്ടൻ ഒരു പാർട്ടിക്കാരനായിരുന്നു. ചേട്ടൻ എന്നെ പിടിച്ച്, എനിക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ല, എന്നാലും ചേട്ടൻ എന്നെ പിടിച്ച് ആ ഇലക്ഷൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നിന്നു, പരാജയപ്പെട്ടു. അതിൽ കൂടെ എനിക്ക് കുറച്ചു പേരെ കാണാൻ പറ്റി. പക്ഷെ ഞാൻ വന്ന വീട്ടില് വെളിയിൽ ഇറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരുന്നോണം, വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നോണം, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ വന്നു കയറിയത്. അവിടെ വന്നു കയറി പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തി, കഷ്ടപ്പെട്ടു, നല്ലപോലെ കഷ്ടപ്പെട്ടു. പക്ഷെ സാമ്പത്തികപരമായി രണ്ട് വീട്ടിലും, എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും സാമ്പത്തികം ഉള്ള വീടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ല. ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെലവാക്കണേലും എടുക്കണേലും ഒന്നിനും പൈസ സ്വന്തമായിട്ട് കയ്യിലില്ല. ചേട്ടനും ജോലി ആയതായിരുന്നു, പോകാൻ പറ്റിയില്ല. അച്ഛനമ്മയും തന്നെയുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഭോപ്പാലിലായിരുന്നു. പക്ഷെ ഭോപ്പാലിൽ പോകാനിരുന്നാണ്, പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിലെല്ലാ ജോലികളും ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴാണ് ഇലക്ഷൻ നിൽക്കുന്നതും RCM എന്ന പ്രസ്ഥാനം. ഇപ്പൊ ഞാൻ ഇലക്ഷൻ വർക്കിന് പോയപ്പോൾ ഒരു ചേച്ചിയെ എനിക്ക് പരിചയമുണ്ട്. ആ വീട്ടിൽ ഞാൻ ഇലക്ഷൻ വർക്കിന് ചെന്നപ്പോൾ ആ ചേച്ചി എന്നെ കാണിച്ച ഒരു നമ്മുടെ RCMന്റെ ഒരു ഉൽപ്പന്നമാണ് ഹജമ ഗോലി. കാരണം എനിക്ക് ദഹന പ്രശ്നം നല്ലപോലെ ഉണ്ടായിരുന്നു. എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം, വയറ്റിൽ വേദന, അസ്വസ്ഥതകൾ പലതായിരുന്നു. സമയത്ത് ആഹാരം കഴിക്കാത്തത് കൊണ്ടാണെന്ന് നമ്മൾ RCMൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മൾ സമയത്ത് ആഹാരം കഴിക്കാത്തതുകൊണ്ടും, നമ്മൾ ആഹാരം എഴുന്നേറ്റ് കഴിഞ്ഞ് 2 മണിക്കൂറിനകം ആഹാരം കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന ആഹാരം നമുക്ക് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തെ അടിയുമെന്നൊക്കെ നമ്മൾ RCMൽ വന്നപ്പോൾ പഠിച്ചു. അപ്പൊ ചേച്ചി എനിക്ക് പരിചയപ്പെടുത്തി തന്നു, മോളെ ഇത് നീ ഉപയോഗിക്കണം, നിന്റെ ദഹനത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് 2-3 എണ്ണം തന്നു. കുറച്ചെണ്ണം എനിക്ക് പൊതിഞ്ഞു തന്നു വിട്ടു. പിന്നെ അടുത്ത വർക്കിന് ചെന്നപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ആ ഹജമ എന്ന് പറയുന്ന ആ ഗുളിക എനിക്ക് തരാമോ, എനിക്ക് നല്ല ആശ്വാസമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു നിനക്ക് തരാവടി എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ എടുത്തു തന്നു. ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ പോന്നു. ഇലക്ഷൻ വർക്കിന് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിനോട് നേരത്തെ പറഞ്ഞു, മോളെ നമുക്കൊരു തവിടെണ്ണയുണ്ട്, RCMൽ ഒരു തവിടെണ്ണയുണ്ട്, ആ തവിടെണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും മാറും, പല പ്രശ്നങ്ങൾക്കും നല്ലതാന്ന് തോന്നും. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ തവിടെണ്ണയുണ്ട്. ഞാൻ സ്കൂൾ മാസ്റ്റർ എന്ന വിദ്യാഭ്യാസ മാസിക വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ പുസ്തകത്തിന്റെ കൂടെ തന്നെ അവര് നിറവറ, പവിഴം ഇങ്ങനെയുള്ളതിന്റെ എണ്ണകളും അച്ചാറുകളും എല്ലാ സാധനങ്ങളും എടുത്ത് എനിക്ക് തരുമായിരുന്നു, ഞങ്ങൾക്ക് തരുമായിരുന്നു. എനിക്ക് മാത്രമല്ല RCM വർക്ക് ചെയ്യുന്നവർക്കൊക്കെ. കാരണം അത് നിങ്ങൾ വിറ്റിട്ട് നിങ്ങൾ അതിന്റെ MRP പൈസ എടുത്തു, അവിടെ നമ്മൾ ഡിസ്കൗണ്ട് തന്നാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ RCM ഈ സ്കൂൾ മാസ്റ്ററിൽ ചെന്ന് അവിടെ നിന്ന് ഞാൻ ഈ ഇത് വാങ്ങിച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുതരും, വണ്ടിയെ കൊണ്ട് വീടിന്റെ വാർക്ക കൊണ്ടുതരും. അങ്ങനെ കൊണ്ടുതന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്നും പറഞ്ഞ് സ്കൂൾ മാസ്റ്റർകാര്, അതിലുള്ള മാർക്കറ്റിംഗ് മാനേജർ ഞങ്ങളുമായിട്ട് വഴക്ക് പിടിച്ചു, ഉടക്കി കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു, വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് അവരവരുടെ പാട്ടിന് പോട്ടെ, നമുക്ക് RCM ചെയ്യാം, RCM നിത്യോപയോഗ സാധനങ്ങളല്ലേ, ആരോഗ്യം തരുന്നതല്ലേ എന്നും പറഞ്ഞ് ചേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എന്നെ കൊണ്ടുവന്ന ആ സാറ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം, ചേച്ചി ഞാൻ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു, ബിന്ദുവാ സാറ് വന്നിട്ടുണ്ട്, സാർ ഇപ്പം വരും, സാറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. സാർ എനിക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, ഇത് നിത്യോപയോഗ സാധനങ്ങളാണ്, നമുക്ക് ആരോഗ്യം തരും, നമുക്ക് ആരുടെ മുമ്പിലും പറയാം, ഇതിനകത്ത് MRP പൈസയുണ്ട്, DP പ്രൈസ് ഉണ്ട്, നമ്മളൊരു ID മെമ്പർഷിപ്പ് എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഓക്കെ, ഞാൻ തയ്യാറാണ് സാറേ എടുക്കാൻ. ഞാൻ അപ്പൊ ആലോചിച്ച് എന്താന്ന് ചോദിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് എന്ന് പറഞ്ഞുകൂടാ? അവരുടെ മക്കൾ അവർക്ക് വലുതല്ലേ, അവരുടെ കുടുംബം അവർക്ക് വലുതല്ലേ, അവർക്കും കൊടുക്കട്ടെ എന്നാണ് ഞാൻ ചെയ്തത്.
ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ ചെയ്തു. അങ്ങനെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി. സാറിന്റെ കൂടെയും ഫീൽഡിലെല്ലാം പോയി. സാറ് പറഞ്ഞു നമുക്ക് കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കണം. ആ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് ആൾക്കാരെ കാണണം. സാറ് ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെ ലിസ്റ്റ് അനുസരിച്ച് ആൾക്കാരെ പോയി കണ്ടു. അങ്ങനെ ഞങ്ങള് കാണുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ പ്രീത മാഡം, നമ്മുടെ പായിപ്പാട് ഷോപ്പ് നടന്ന പ്രീത മാഡം, ചെറിയാൻ തോമസ് സാറ് ഞാനും ഒക്കെ ഒന്നിച്ച് സ്കൂൾ മാസ്റ്ററി വർക്ക് ചെയ്തതാണ് കുമളിയില്. ചെറിയാൻ സാറ്, തോമസ് കെ തോമസ് സാറ്, അങ്ങനെ കുറെ പേര്, ആരുടെ പേരെടുത്ത് ഒത്തിരി ഞാൻ പറയുന്നില്ല, അതിന് നമുക്ക് സമയമില്ല. അപ്പൊ എല്ലാ ലീഡർമാരും, അങ്ങനെയുള്ള കുറെ ലീഡർമാരെ, സ്റ്റാർ പേളുമാരെയും, അതുപോലെ ഇപ്പറേ നമ്മുടെ ജോളി മാഡം, എല്ലാവർക്കും അറിയാം ജോളി മാഡം, പ്രിയ മാഡം, ശ്യാം സാറ്, SK ആന്റി, അതുപോലെ തന്നെ എബ്രാഹിം ഇപ്പ സാറ്, അങ്ങനെ കുറെ പേര്, ഞാൻ പേരെടുത്ത് പറയാത്തതിൽ എല്ലാവരും ക്ഷമിക്കണേ. അങ്ങനെ അവരെയൊക്കെ വിജയിപ്പിക്കാൻ, അവരെയൊക്കെ കണ്ടെത്താനും വിജയിപ്പിക്കാനും ഒക്കെ എനിക്ക് പറ്റി. അങ്ങനെയുള്ള പേളുമാരെയും സ്റ്റാർ പേളുമാരെയും. അപ്പൊ ജോളി ആന്റിയെ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ജോളി ആന്റി കുറച്ച് വർഷങ്ങൾ ഇലക്ഷൻ നിന്ന് ജയിച്ചതാണ്. ജോളി ആന്റിയും പരാജയത്തിലേക്ക് വന്നപ്പോൾ ജോളി ആന്റി ഞാനും ഹസ്ബൻഡും ആ സാറും കൂടെ പോയി കണ്ടു. അങ്ങനെയാണ് ജോളി ആന്റി വരുന്നത്. ജോളി ആന്റി ഇന്ന് പേളാണ്, ഒരു എല്ലാവർക്കും അറിയാം. അങ്ങനെ ജോളിയാന്റി മുഖേന, എല്ലാവരും മുഖേന അങ്ങനെ കുറെ പേരെ കൊണ്ടുവരാൻ പറ്റി. അവരെയൊക്കെ RCMയിൽ കൊണ്ടുവന്നതിൽ കൂടെ അവർക്കൊക്കെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, ഞാൻ അപ്പോൾ ഹോം മീറ്റിങ്ങുകൾക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നു. എന്റെ തീരുമാനമായിരുന്നു. എന്നെ ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറായിരുന്നു. കാരണം അന്ന് ആരും ഒരു വെളിയിൽ ഇറങ്ങാത്ത, സ്ത്രീകൾ അങ്ങനെ ഒത്തിരി പേര് വെളിയിൽ ഇറങ്ങാത്ത ഒരു സമയത്താണ് ഞാൻ ഇറങ്ങി. അപ്പൊ തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ഇറങ്ങും, പ്രവർത്തിക്കും, ആൾക്കാരെ കാണും, അവരിലേക്ക് ഈ നന്മ പ്രചരിപ്പിക്കണം എന്നാണ് നമ്മുടെ TCG പറയുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കും എന്ന തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ ആ പ്രചരണത്തില് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. ഞങ്ങൾ പോയി. അതുപോലെ കുമളി ഭാഗത്ത്, കുമളി സൈഡിലെല്ലാം പോയി നല്ലപോലെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുമളിയിലൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ എവിടെയാ വീട് എന്ന് പോലും അറിയത്തില്ല, അത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു. ഇന്നിപ്പോ എത്ര വീടുകൾ, എത്ര സൗകര്യങ്ങളും ഉണ്ട്. അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ആ വഴികളിൽ കൂടി എല്ലാം പോയി. അന്ന് ബാബുസാർ ഉണ്ടായിരുന്നു. ബാബുസാറും ഞാനും എന്റെ ചേട്ടനും ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അത്രയും കഷ്ടപ്പാടൊന്നും ഇന്നില്ല. ഇന്ന് എന്താണ് നിങ്ങൾക്ക് കഷ്ടപ്പാടുള്ളത്? ഇന്നെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ 5-ന്റെ ആട്ട, അങ്ങനെ ഓയിൽ, അങ്ങനെയുള്ള കുറെ ഐറ്റംസേ ഉള്ളൂ. എന്നാലും ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പോയി പ്രചരിപ്പിച്ചു എല്ലായിടത്തും. ബാബുസാറും രാജു സാർ എന്ന് പറഞ്ഞ സാറും ഞാനും ചേട്ടനും ഒക്കെ ഞങ്ങൾ വീടാന്തരം കയറി എല്ലാവർക്കും ക്ലാസ് കൊടുത്ത്. ചെറിയാൻ തോമസ് സാർ അവിടെ ഓരോ മീറ്റിംഗ്, രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ച കഴിഞ്ഞ് വേറൊരു മീറ്റിംഗ്, പിറ്റേ ദിവസം രാവിലെ മീറ്റിംഗ്, പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ്, ഇങ്ങനെയെല്ലാം ക്ലാസ്സുകൾ എടുത്തെടുത്ത്, ക്ലാസ്സുകൾക്ക് അത്ര പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്താലേ നമ്മുടെ അറിവുകൾ കൂട്ടാൻ പറ്റൂ. അറിവ് നമുക്ക് ആയുധമാണ്. ആ ആയുധത്തിന് മൂർച്ച കൂട്ടണമെങ്കിൽ മീറ്റിങ്ങുകൾക്ക് നമ്മൾ പങ്കെടുത്തിരിക്കണം. അങ്ങനെ ഞങ്ങള് കുമളി പ്രദേശങ്ങളിലും എല്ലാം പോയി. അപ്പൊ ബാബു സാർ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ബിന്ദു മാഡത്തിന് സ്കൂൾ മാസ്റ്ററിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്? അതിനേക്കാളും കൂടുതൽ ഇതിന്റെ അകത്ത് RCMയിൽ വാങ്ങിച്ചു തന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുകയല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിൽക്കും സാറേ. അന്നൊക്കെ ബാബു സാറും ഞങ്ങളും ഒക്കെ അതുപോലെ കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണ്. കാരണം അന്ന് ഒത്തിരി പേരുദോഷങ്ങൾ കേട്ടു. കാരണം എന്നാലും ഞാൻ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ ഇറക്കിക്കളയും. കാരണം നമ്മളെ ബാധിക്കുന്നല്ലത്. നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചാലേ എന്റെ കുടുംബം രക്ഷപ്പെടൂ. അതുപോലെ നമ്മൾ ചിന്തിക്കണം. പലതും കേൾക്കും. ബിന്ദുവിന് വേറെ പണിയൊന്നുമില്ല കേട്ടോ. എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ സാറായിരുന്നു. അന്നേരം കൃഷ്ണൻകുടി സാറിന്റെ മരുമോക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇത്രയും വലിയ കുടുംബക്കാർക്ക് ഇതിന്റെ ആവശ്യം, ഇറങ്ങി നടക്കാൻ നാണമില്ലേന്ന് വരെ എല്ലാവരും ചോദിച്ചു. അന്നേരം ഞാൻ നെവർ മൈൻഡ് വെച്ചു. കാരണം ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ. പക്ഷെ എന്റെ ചേട്ടൻ എനിക്ക് സൈഡായിരുന്നു. എന്റെ ചേട്ടൻ എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ബിന്ദു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് ഇതിൽ നിന്ന് വിജയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയത് ഒരു 850 രൂപയാണ് ആദ്യം കിട്ടിയ വരുമാനം. രണ്ടാമതും മൂന്നാമതും ഒക്കെ കഴിഞ്ഞ ഒരു 6-7 മാസം ആയപ്പോഴത്തേനും എനിക്ക് 2000, അത് കഴിഞ്ഞപ്പോ ഒരു 3000 രൂപയൊക്കെ വന്നപ്പം എന്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു, ബിന്ദു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ എന്തിനാണ് ബിന്ദു നിനക്കൊന്നുമില്ലേ? എന്തിനാണ് ഇതിന് നടക്കുന്നത്? ആ സമയത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ പോയി അതിലും പൈസ കിട്ടത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതിൽ എന്തോ ഉണ്ട്. കാരണം ഇത് നല്ല ഉൽപ്പന്നങ്ങളാണ്. ഇതിന്റെ അകത്ത് മായമില്ല, പരസ്യമില്ല, ഇടനിലക്കാരില്ല, നമ്മളാണ് പരസ്യം. നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ നമുക്ക് അതിൽ നേട്ടം കിട്ടും എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങള് മീറ്റിങ്ങുകളും എല്ലാം അറ്റൻഡ് ചെയ്ത് എല്ലാരെയും, അന്നൊക്കെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബാബു സാറ് കോട്ടയത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അവിടെ പോയി ഞങ്ങള് അവിടെ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. വളരെയധികം പേരെ മീറ്റിംഗിൽ കയറ്റി.
മീറ്റിങ്ങുകൾക്ക് അത്ര പ്രാധാന്യമുണ്ട്. നമ്മൾ ആ മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് പങ്കെടുക്കണം. നാളെ കോട്ടയത്ത് മൂർത്തി സാറിന്റെയും നമ്മുടെ സഫേർ മൂർത്തി സാറിന്റെയും അഖില മാഡമാണ് നമുക്ക് ഈ റോസസ് ഗ്രൂപ്പ് ഈ കേരള റോസസില് സ്ത്രീകള് ടെക്നിക്കൽ അച്ചീവർമാരുടെ വിജയകഥകൾ പറയണമെന്നും പറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും മാഡത്തിന് എത്ര നന്ദി പറഞ്ഞാലും അതിന് വാക്കുകളില്ല. മാഡത്തിന് എല്ലാ നന്ദിയും പറയുന്നു. അപ്പൊ നാളെ മൂർത്തി സാറിന്റെയും മോന്റെയും ഹരിശങ്കർ മോന്റെയും മഹിളാ മാഡത്തിന്റെ ഒക്കെ ക്ലാസ് കോട്ടയത്തുണ്ട്. മാക്സിമം ആൾക്കാർ അതിൽ പങ്കെടുക്കുക. കാരണം ആ മീറ്റിംഗ് നമുക്ക് പവർഫുൾ ആയിരിക്കും. കാരണം നമുക്കറിയാലോ മൂർത്തി സാറൊക്കെ എത്രയോ കഷ്ടപ്പെട്ടാണ് ഇത്രയും ഒരു മാലയിൽ മുത്ത് കോർക്കുന്ന പോലെ എല്ലാവരെയും സംരക്ഷിച്ച് അവർക്കുള്ള അറിവുകൾ തന്ന് മൂർത്തി സാറൊക്കെ നമ്മളെ എത്രയാണ് കൊണ്ടുപോയത്. ഞാൻ അതുപോലെ ആദ്യമായിട്ടുള്ള ക്ലാസ് നെത്തലൂര് കറുകച്ചാൽ നെത്തലൂര് ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഉള്ള സാറുമാര് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ജോളിയാൻ്റെ കൂടെ ആ ഷോപ്പ് മറ്റേ രാജു എന്ന് പറയുന്ന സാറും കൂടെ ആ ഷോപ്പൊക്കെ ഏറ്റെടുത്ത് നടത്തി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഷോപ്പൊക്കെ എടുക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ കേട്ട ക്ലാസ് നമ്മുടെ ബിനു സാറിന്റെ ക്ലാസ് ആയിരുന്നു. ബിനു സാർ കൃഷിയെ പറ്റിയും പ്രൊഡക്റ്റിനെ പറ്റിയും ഒക്കെ പറഞ്ഞു തന്നു. നല്ലതായിട്ട് പറഞ്ഞു തന്നു. സാറിന്റെ ക്ലാസ്സുകളും ബാബു സാറിന്റെ ക്ലാസ്സുകളും നമ്മുടെ മൂർത്തി സാറിന്റെ ഗോപകുമാർ സാറിന്റെ എല്ലാവരുടെയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. സുഭാഷ് സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമുക്ക് ആ ക്ലാസ്സുകൾ കേട്ടോണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് എനിക്ക് ഇത്രയേലും പറയാനുള്ള ഒരു അവസരം കിട്ടിയത്. നമ്മുടെ TCG പറഞ്ഞായിരുന്നു, നമ്മൾ വീടാന്തരം കയറി ഓരോ വീടുകളിലും കയറി ഇറങ്ങി നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കണം. അങ്ങനെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് 2016 ഞാൻ രാജസ്ഥാന് പോയപ്പോൾ, 2015 വന്നത്. 2016 രാജസ്ഥാന് പോയപ്പോൾ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ TCGയുടെ പ്രസംഗം കേട്ടതാണ്. നിങ്ങൾ എല്ലാവരും വീടാന്തരം കയറി നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക. ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും മേന്മ കുറവുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റോളാം. നിങ്ങൾ അത് അറിയണ്ട. നിങ്ങൾ എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുക. ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകട്ടെ, അതിൽ കൂടെ നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ, നല്ലൊരു ഇന്ത്യ ഉണ്ടാകട്ടെ എന്നായിരുന്നു നമ്മുടെ TCGയുടെ വിഷൻ. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം ഇന്ന് ഞങ്ങളെ പോലെയുള്ളവർ അന്ന് കുറച്ചു പേരെ ഉള്ളെങ്കിലും ഇന്ന് എത്രയോ ലേഡീസാണ് നമ്മളുടെ ഓരോ സെഗ്മെന്റിലും, പ്രത്യേകിച്ചും കീസോളില് നമ്മുടെ ശ്രീലത മാഡവും നേഹ മാഡവും ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെ. ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഉഡാനിലും ഇതിലെല്ലാം കയറി നിങ്ങൾ എല്ലാവരും അതിന് പ്രാക്ടീസ് ചെയ്യണം. ഞാനൊക്കെ ഇത്ര ഒരുങ്ങി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കീസോൾ എന്ന പ്രസ്ഥാനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞങ്ങള് ഇത്രയും ചെറുപ്പമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് സാറ് നമ്മുടെ MP സുരേഷ് സാറ് ന്യൂട്രീഷന്റെ ക്ലാസ്സുകൾ നമ്മളെ അരച്ച് കലക്കി കുടിപ്പിക്കുന്ന രീതിയിലാണ് സാറ് നമുക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മുൻപിൽ പോയി നമുക്ക് സപ്ലിമെന്റിനെ കുറിച്ച് പറയാൻ യാതൊരു ഭയവുമില്ല. അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പഠിക്കാനാണ് നിങ്ങളെ ഓരോരുത്തരെയും ഓരോ മീറ്റിങ്ങുകളിലേക്ക് വിളിക്കുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, നമ്മുടെ അസോസിയേറ്റ് ബയർ ആക്കി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് മസ്റ്റ് ആയിട്ട് നടത്തണം. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അവരുടെ വീട്ടിൽ അത് നടത്തുമ്പോൾ അവരുടെ വീട്ടിലുള്ള അംഗങ്ങളും കൂടി ഇത് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് അവർക്കുണ്ടാവും. അങ്ങനെ ഫുൾ സപ്പോർട്ട് നമുക്ക് വീട്ടിൽ നിന്നുണ്ടാകണം. വീട്ടിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളൊക്കെ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ ലേഡീസ് പറയും, മാഡം മാറ്റി നിർത്തിയിട്ട് പറയും, മാഡം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സാന്ദ്രയിൽ ഇറങ്ങി പോകാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ മാഡം ഞങ്ങൾക്ക് ഇന്നതറിയണം. അവരുടെ ഓരോ പ്രശ്നങ്ങൾ നമ്മളോട് പറയുവാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ആ കുമളിയിൽ മീറ്റിംഗ് ഞങ്ങളന്ന് ബാബു സാറും രാജ് സാറും ഞങ്ങളെക്കൊണ്ട് നടത്തിയപ്പോൾ, അവിടെ ചെറിയാൻ തോമസ് സാറൊക്കെ നടത്തിയപ്പോൾ, ഓരോ രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞ് അങ്ങനെ മീറ്റിംഗ് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിനെ പറ്റി പറയാനായിരുന്നു. ഞാൻ ന്യൂട്രിചാർജ് വുമണിനെ പറ്റി എനിക്ക് അറിയാവുന്ന വിധം ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്, അമ്മ, സഹോദരി, ഭാര്യ, അങ്ങനെയുള്ള നമ്മുടെ ലേഡീസ് ഉണ്ട് നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മകളുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഈ RCMന്റെ ഈ ന്യൂട്രിചാർജ് വുമൺ വാങ്ങിച്ചു കൊടുക്കൂ. അങ്ങനെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കൂ. ഒരു സ്ത്രീയുടെ ആരോഗ്യം സംരക്ഷിച്ചാലേ ആ കുടുംബം ഭദ്രമാകുള്ളൂ, ആ കുടുംബത്തെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അവരാണ് വീട്ടിലെ ആഹാരം ഉണ്ടാക്കുന്നത്, എല്ലാ സാധനങ്ങളും അവരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ ആരോഗ്യം ഉണ്ടാവൂ. വീട്ടിൽ ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ സമൂഹത്തിലേക്ക് ആരോഗ്യം കൊടുക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിൽ ഇന്ന് വരുന്ന തലമുറ മൊത്തം ഫാസ്റ്റ് ഫുഡ് യുഗത്തിലാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്ര നല്ലതാണ് അല്ലെ. നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് 100% ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഞാൻ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അന്നത്തെ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും RCMലേക്ക് വന്നത്.
അതിൽ കൂടെ നല്ല ഒരു ടീമിനെ ബിൽഡ് ചെയ്തു. ആ ടീമിനെ ബിൽഡ് ചെയ്ത് ശക്തമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് പേള് എന്ന് പറഞ്ഞ അച്ചീവ്മെന്റ് ചെയ്ത് ജോളി ആന്റി, അതുപോലെ തന്നെ സ്റ്റാർ പേള്, അങ്ങനെ എല്ലാ അച്ചീവ്മെന്റും ചെയ്യിച്ചുകൊണ്ട് അവരെ എല്ലാം മുന്നോട്ട് കൊണ്ടുവരാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും, അതുപോലെ തന്നെ എൻ്റെ ലീഡർമാർ മുഖേന, എല്ലാ ലീഡർമാരും മുഖേന എനിക്ക് അത് സാധിക്കുന്ന എൻ്റെ അസോസിയേറ്റ് ബയേഴ്സിന്റെ കഴിവുകളും എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിന്റെ കഴിവുകളും എൻ്റെ ത്യാഗവും എൻ്റെ ഇറങ്ങാനുള്ള നമ്മുടെ സമയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ സമയത്തെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഇത്ര സമയം RCM ചെയ്യുന്നു, ഇത്ര സമയം ചെയ്യുന്നു എന്നുള്ളൊരു ആ സമയത്തെ നമ്മൾ നല്ല പോലെ നമ്മൾ യൂസ് ചെയ്യുക, നമ്മുടെ സമയം. കാരണം നമ്മുടെ വീട്ടമ്മമാരാണ്, നമ്മളിപ്പോൾ വെളിയിലൊന്നും ജോലിക്ക് പോകുന്നില്ലല്ലോ. നമുക്ക് ചെറിയ ചെറിയ വരുമാനം കിട്ടി വലിയ വരുമാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമുക്ക് ഭദ്രമാക്കാൻ പറ്റും. ഇന്ന് എൻ്റെ മക്കള് അവർ രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. രണ്ടുപേരും മോളുടെ വിവാഹം കഴിഞ്ഞു. രണ്ടുപേരെയും ഞാൻ കറുകച്ചാലി, നമുക്ക് കോട്ടയം കറുകച്ചാലിൽ ഒരു വണ്ടർവേടി കുക്കുണ്ട്, അവിടെ ഞാൻ ഈ മക്കളെ ഇരുത്തിയിട്ടുണ്ട്. എന്നെ പരിചയപ്പെടുത്തിയ സ്വാഗതം ചെയ്ത ജയാസി നായർ, എൻ്റെ കസിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. വേറൊന്നിനുമല്ല, ആര് വന്നാലും അവിടെ സർവീസ് മോശമാകരുത്. ഞാനും പോവും, ഞാൻ അവരോട് ഗോഡമണി പോവും. ഗോഡമണി പോയി, എനിക്ക് പണ്ട് നെത്തല്ലൂർ ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നുകൊണ്ട് ആ കടയുടെ ഒരു എക്സ്പീരിയൻസ്, ഗോഡമണി പോയി സാധനം എടുക്കാനും നമ്മുടെ ടീമിനെ അത് എങ്ങനെ കൊണ്ടുപോകാനും, ആ സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നാൽ ഉടനെ അടുത്ത സാധനങ്ങൾ എടുക്കാനും എല്ലാം ഞാനും കൂടെ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഗോഡമണി പോകും. ഞാൻ ഇന്നും പോയിരുന്നു. ഗോഡമണി ചെന്ന് പറ്റുന്ന സാധനങ്ങൾ ആര് വന്നാലും ഏത് ടീം വന്നാലും സർവീസ് മോശമാകരുതെന്നാണ് പറഞ്ഞത്. നമ്മുടെ സംഭാഷണം കൊണ്ട് നമ്മൾ ആരെയും വെറുപ്പിക്കാൻ പാടില്ല. എല്ലാവർക്കും RCMൽ എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. ഒറ്റ ഷോപ്പിൽ പോയാൽ, ചില ഷോപ്പുകളിലെല്ലാം ഉണ്ട്, ചില ഷോപ്പുകളിൽ പോയാൽ ഒന്നുമില്ല. അതെനിക്ക് സങ്കടം വന്നു. അങ്ങനെയാണ് RCM ഷോപ്പ് എടുക്കുന്നതിനെ പറ്റി ഒരു തീരുമാനം ഇല്ലായിരുന്നു. പെട്ടെന്ന് വന്നാണ് അങ്ങനെ RCM എന്ന ആ ഷോപ്പ് എടുക്കാൻ മുന്നോട്ട് വന്നു. സുഭാഷ് സാർ അതിനെക്കുറിച്ച് സംസാരിച്ചു. വേണ്ടാന്നാണ് പറഞ്ഞത്. പ്രിയ മേഡവും എൻ്റെ ബന്ധുക്കളാണ്. പ്രിയ മേഡവും ശ്യാം സാറും അങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അവർ രണ്ടുപേരും പറഞ്ഞു ഷോപ്പ് എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല, അത് ഞങ്ങളുടെ അമ്മ വയ്യാതെ കിടക്കുവാണ്, അച്ഛൻ വയ്യാതെ കിടക്കുവാണ്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നതിന്റെ പ്രധാന കാരണം RCM ഉൽപ്പന്നങ്ങളാണെന്ന് ഞങ്ങൾക്ക് എവിടെ വേണേലും പറയാൻ പറ്റും. കാരണം എന്നാന്ന് വെച്ചാൽ അച്ഛന് പെട്ടെന്ന് വീണു. അച്ഛന് 99 വയസ്സുണ്ടായിരുന്നു. അച്ഛൻ വീഴുന്നതിന് മുൻപ് വരെ അച്ഛന് നല്ല ഓർമ്മശക്തിയായിരുന്നു. അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറാണെങ്കിലും അച്ഛന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അമ്മ അതുപോലെ, അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞു 15 ദിവസത്തെ കാലാവധി ഉള്ളൂ, അങ്ങേയറ്റം പോയി 20 ദിവസം എന്ന് പറഞ്ഞു. ആ അമ്മ, ചേട്ടന്റെ അമ്മ അച്ഛന്റെ കാര്യമാണ് പറഞ്ഞത്, ആ അമ്മ 8 വർഷം ജീവിച്ചു. ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഡോക്ടർ 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എടുത്ത് അമ്മയും കൊണ്ട് ഇരുന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? അമ്മ ജീവിച്ചിരിക്കുന്ന അങ്ങേർക്ക് അത്ഭുതമായി. ഡോക്ടർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. അപ്പൊ അമ്മ എന്താ ജീവിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞങ്ങൾ അന്നേരം എൻ്റെ മോൻ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇതൊക്കെയാണ് കൊടുക്കുന്നത്, ന്യൂട്രിചാർജ്, ഉമണും എല്ലാ സപ്ലിമെന്റും എടുത്ത് കാണിച്ചു, കൊടുക്കുന്ന സപ്ലിമെന്റ് ഗാമ ഉൾപ്പെടെ എടുത്ത് കാണിച്ചു. അന്നേരം സാറ് പറഞ്ഞു, നിങ്ങൾ നല്ല മക്കളാണ്, ഒരു നേരത്തെ ആഹാരം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് നിങ്ങൾ സപ്ലിമെന്റ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സപ്ലിമെന്റ് കൊടുത്ത് അമ്മ കിടപ്പിലായിരുന്നെങ്കിലും ചേട്ടന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും 8 വർഷം ഞങ്ങളുടെ കൂടെ ജീവിച്ച് കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമ്മ ഞങ്ങളോട് വിട പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ, അമ്മ 19 വർഷം മുമ്പും അച്ഛൻ 7 വർഷമായി മരിച്ചിട്ട്, അവർക്കൊന്നും അച്ഛന് പിന്നെ എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റി, അമ്മയ്ക്ക് എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഓർക്കും, എൻ്റെ അമ്മ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അമ്മ മുൻപിൽ നിന്നേനെ, അമ്മ ഇത് പ്രചരിപ്പിക്കാൻ മുൻപിൽ നിന്നേനെ. അമ്മ പക്ഷെ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ കിട്ടുന്ന സമയമെല്ലാം ഇതിന് പ്രചാരകരായി, നമ്മുടെ TCG പറഞ്ഞ പ്രചാരകരായിട്ട് മാറണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കണം, 100% ഉപയോഗിക്കണം. 100% ഉപയോഗിക്കുന്ന കൂടെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ആരെയെല്ലാം കാണാൻ പറ്റും അവരെല്ലാം നമ്മൾ, ആരാണേലും നമ്മുടെ മുമ്പിൽ വരുന്ന ആരോടാണേലും നമുക്ക് RCM പറയാനുള്ള ആ ഒരു ചങ്കൂറ്റത്തോടെ പറയാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ആ മീറ്റിങ്ങുകളിൽ കൂടി നമുക്ക് പല അറിവുകളാണ് കിട്ടുന്നത്. ആ അറിവുകൾ, ചിലർ ചോദിക്കും എന്തിനാ മീറ്റിംഗ് കൂടുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 2-3 പ്രാവശ്യം മീറ്റിംഗ് കൂടില്ല, ഇനി ഇതിനകത്ത് എന്നാ പഠിക്കാനാന്ന് ചോദിക്കും. അല്ല, നമുക്ക് ആ മീറ്റിംഗിൽ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, നമുക്ക് അതിനുള്ള നോളജ് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാത്തിനെ പറ്റിയുള്ള നോളജ് കിട്ടും. നിങ്ങളെ കൊണ്ട് മീറ്റിങ്ങുകളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പൊ നമുക്ക് കൊറോണ വന്നതിന് ശേഷം നമുക്ക് സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നിങ്ങളെ, നമ്മുടെ സ്വീകരണ മുറി ഇരുന്നാണല്ലോ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, നമുക്ക് സൂമിൽ പറയാൻ പറ്റുന്നു. ഞങ്ങൾ ഇന്ന് കട നേരത്തെ ഷോപ്പ് അടച്ചിട്ടാണ് പോകുന്നത്, കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ട്.
അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ സൂമിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ലീഡേഴ്സ് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ചിട്ടയോടെ പോകേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മൾക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് വരെ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരും, വരുമാനം കിട്ടുന്ന കാര്യം. അതുപോലെ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് വേണം ചെയ്യാൻ. സിസ്റ്റത്തിന് വിരുദ്ധമായിട്ട് വേറൊരു ടീമിൽ കിടക്കുന്നവരെ ഇങ്ങോട്ട് കൊണ്ടേ ചേർക്കുന്നു, അപ്പുറത്തെ ടീമിൽ കിടക്കുന്നവരെ ഇപ്പുറം കൊണ്ടേ ചേർക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം നമ്മുടെ സിസ്റ്റത്തിന് വിരുദ്ധമാണ്. സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിജയിക്കണം. ആ വിജയമാണ് നമുക്ക് ഏറ്റവും നല്ല വിജയം. അതുപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് നമ്മുടെ കൃഷി. ഞാൻ കൃഷി ചെയ്യുമായിരുന്നു. എനിക്കിപ്പോൾ സമയം കുറച്ച് കുറവുണ്ട്. കോവല്, പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്നു. പച്ചക്കറി ഉള്ള ആ ഫോട്ടോസ് ഒക്കെ ഞാൻ പച്ചക്കറി ഇട്ടിട്ട് പയറും ഒക്കെ കിട്ടുമ്പോൾ, കോവയ്ക്കായും ചതുരപ്പയറും ഒക്കെ കിട്ടുമ്പോൾ ഞാനിതെല്ലാ ഫോട്ടോയും നമ്മുടെ അഖില മാമിന് അയച്ചു കൊടുക്കുമായിരുന്നു. അഖില മാമിനെ എന്നെ അഭിനന്ദിക്കുമായിരുന്നു. ആ കൃഷി നല്ല കാര്യം, എന്തും വേണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഗാർഡൻ ഗോൾഡും നമ്മുടെ ഹരിത സഞ്ജീവനി എല്ലാം, സോയിൽ ഹെൽത്ത് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാവരും ഉപയോഗിക്കണം. നമ്മുടെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കണം. കാരണം നമുക്ക് പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം വേണ്ട പോലെ നമ്മുടെ കൃഷിക്കും നമ്മുടെ ഭൂമിക്കും അത് ആവശ്യമാണ്. അത് ചെയ്യാൻ നമ്മുടെ ജൈവ വളങ്ങൾ ഉപയോഗിക്കുക. ഏതെല്ലാം തരത്തിലുള്ള ജൈവ വളങ്ങൾ നമുക്കുണ്ട്, അത് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ കൃഷികളെ, ആ കൃഷിയിൽ കൂടെ കഴിക്കുന്ന നല്ല ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നു. ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല. കൊറോണ വന്നപ്പോൾ എല്ലാവരും ആരോഗ്യത്തിന് വിഷമിച്ചു. പക്ഷെ ഞങ്ങൾ അന്നേരം ഫീൽഡിലായിരുന്നു. നമ്മുടെ S5 ഇറങ്ങിയ സമയമായിരുന്നു. S5 ന്യൂട്രിചാർജ് S5 എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സിൽ ആവശ്യമുള്ളവർക്കെല്ലാം എത്തിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ആർക്കും ഒരു കൊറോണയും വന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒന്ന് കിടപ്പായിരുന്നു. അവർക്കൊന്നും ഒരു കൊറോണയും വന്നില്ല. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ തവിടെണ്ണ എത്ര നല്ല എണ്ണയാണ്, അത് നമുക്ക് റീയൂസ് ചെയ്യാൻ കൊള്ളത്തില്ലേ? ആ എണ്ണ നമ്മൾ പ്രചരിപ്പിക്കൂ. എത്രയോ പേർക്ക് ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വരാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഉള്ള സമയം നമുക്കിപ്പം ആരോഗ്യമുള്ള നമ്മുടെ ഈ സമയങ്ങൾ നമ്മൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് എത്രയും പെട്ടെന്ന് ഓരോരുത്തരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കൂ. നല്ല രീതിയിൽ ശ്രമിക്കൂ. ഇപ്പൊ ഞാൻ വീണ്ടും കഴിഞ്ഞ ദിവസം കുമളി പോയിരുന്നു. അപ്പൊ പ്രദീപ് മാഡത്തിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അവിടെ അമ്മയും പ്രദീപ് മാഡം എന്നെ നല്ല രീതിയിലാണ് സംരക്ഷിച്ചത്. അവർക്കും ഞാൻ എന്റെ നന്ദി ഈ അവസരത്തിൽ പറയുവാണ്. അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ടീമിനെ ബിൽഡ് ചെയ്യണം. ടീമിനെ ബിൽഡ് ചെയ്തിട്ട് ആ ടീമിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. എവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ ആ മീറ്റിങ്ങുകളിൽ നമ്മളവർക്കും പൈസ ചെറിയ ചാർജ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്നൊന്നും പറയരുത്. നമ്മൾ അവിടെ കയറി പഠിച്ചാൽ മാത്രമേ നമുക്കൊരു വ്യക്തിയോട് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ മീറ്റിങ്ങുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തണം, ഹോം വിസിറ്റ് നടത്തണം. വിസിറ്റ് നടത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെയും ഇതിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ, അവരെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ ഇതിൽ കൂടെ നമുക്ക് പറ്റും. നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ എത്ര നല്ല പ്രൊഡക്റ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹജമ, ഇതാണ് എൻ്റെ ദഹന പ്രശ്നങ്ങളെ മാറ്റിയെന്ന്. ഞങ്ങളുടെ മൃഗങ്ങൾക്ക് പോലും ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതും അനാർദ്ദന ഗോലിയും കൂടെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും. നമുക്ക് എന്ത് നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മുടെ TCG. ഒന്ന് ഓർത്തു നോക്കി, ആ മഹത് വ്യക്തി എത്ര നല്ല ഉൽപ്പന്നങ്ങളാണ് നമുക്ക് തരുന്നത്. എനിക്ക് എൻ്റെ മോനെ കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ ടെക്നിക്കൽ അച്ചീവർമാരെ നമ്മുടെ TCG രാജസ്ഥാനെ വിളിച്ചിരുന്നു. അവിടെ പോയി എനിക്ക് മോനെ കൊണ്ടുപോകാൻ പറ്റി, പ്ലെയിനെ കയറ്റാൻ പറ്റി. അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ മുഖേന എനിക്കത് പറ്റിയെങ്കിൽ എത്ര നല്ല കാര്യമാണ്. എനിക്കത് പറ്റിയില്ല, എൻ്റെ മോൻ എന്നെ പ്ലെയിനെ കയറ്റി കൊണ്ടുപോകുന്നതിന് പകരം എനിക്കതിന് പറ്റി. RCMൽ നമുക്ക് യാത്രകൾ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ മോനെയും ചേട്ടനെയും ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് യാത്രകൾ. ബാംഗ്ലൂര്, ഡൽഹി, മൈസൂർ, ഇതെല്ലാം, കോയമ്പത്തൂര്, അതുപോലെ ബോംബെ, ഇവിടെ എല്ലാം പോകാൻ പറ്റും. ബോംബെ കൊണ്ടുപോയി ന്യൂട്രീഷൻ ചാർജുകാരായിരുന്നു. ന്യൂട്രീഷൻ നമ്മൾ ഉപയോഗിക്കൂ. ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത പോഷകങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കിട്ടുന്നില്ല. ചേന, കാച്ചില്, ചേമ്പിൽ നിന്നൊക്കെ കിട്ടിയ പ്രോട്ടീൻ ഇന്ന് നമുക്ക് ഒരിടത്തുനിന്നും കിട്ടുന്നില്ല. അപ്പൊ അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ചെറിയ ശതമാനമാണ് കിട്ടുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇന്ന് അഡീഷണൽ ആയിട്ട് നമുക്ക് ക്ലിനിക്കലി പ്രൂവൺ ചെയ്ത സപ്ലിമെന്റുകളാണ് മുക്കാലും നമുക്കുള്ളത്. ആ സപ്ലിമെന്റുകൾ കഴിച്ചാൽ, ആ സപ്ലിമെന്റുകളെല്ലാം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. എല്ലാം തന്നെ കഴിക്കുന്നുണ്ട്, ഒന്നുമില്ല. PVMF ബ്രേക്ക്ഫാസ്റ്റ് PVMF ആണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ S5, ന്യൂട്രിചാർജ് S5, ന്യൂട്രിചാർജ് DHA. എനിക്ക് ഇച്ചിരി ഓർമ്മക്കുറവുണ്ട്, അപ്പോൾ ഞാൻ ന്യൂട്രിചാർജ് DHA കഴിക്കുന്നുണ്ട്, ന്യൂട്രിചാർജ് വ്യൂ കഴിക്കുന്നുണ്ട്.
എല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഹെയർ റിവൈവൽ കിറ്റ് വന്നിരിക്കുന്നു. ഞങ്ങൾ തന്നെ കൊടുത്തവർക്ക് എത്ര പേർക്കാണ് റിസൾട്ട് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇത് പ്രചരിപ്പിക്കാൻ പറ്റും. മറ്റുള്ളവരോട് പറയാൻ പറ്റും. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ആൻസർ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം. ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് പറയുവാണ്. നമ്മളെ എണ്ണ ഒറിജിനൽ തവിടെണ്ണയാണ്. അത് 254 സെന്റിഗ്രേഡിന് മുകളിലാണ് തിളയ്ക്കുന്നത്. ആ എണ്ണ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വരുന്നില്ല, കരി പിടിക്കുന്നില്ല. ഇത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ശൂന്യമായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ 34 പരം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ എണ്ണയ്ക്കുണ്ട്. അത് നമ്മൾ വെളിയിലിറങ്ങി ഓരോരുത്തരോടും പറഞ്ഞു കൊടുത്ത് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് 2 തരം ഫൈബർ ഉണ്ട്, 3 തരം ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ മീറ്റിങ്ങുകൾ കേട്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് മീറ്റിങ്ങുകളിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ ഈ എണ്ണയ്ക്കകത്ത് 2 തരം ഫൈബർ, 3 തരം ആന്റി ഓക്സിഡന്റും ഉണ്ട്. ഒരു ദഹനമുള്ള ഫൈബർ നമ്മുടെ ലിവറിനെ കഴുകും, അപ്പം ബ്ലഡ് ശുദ്ധമാകും. ദഹനമില്ലാത്ത ഫൈബർ നമ്മുടെ ആമാശയത്തിൽ ചെല്ലുകയും ആമാശയത്തിന് ചുറ്റും കൊഴുപ്പുകളും കറകളും ഒക്കെ അടിഞ്ഞു കിടപ്പുണ്ട്. അതിനെ കുടിക്കുമ്പോൾ, നമ്മൾ എണ്ണ കുടിക്കുമ്പോൾ മലമൂത്ര വിസർജനത്തിൽ കൂടെ വെളിയിൽ കളയും. അപ്പോൾ എന്ത് ചെയ്യും? ആമാശയത്തിന് ചുറ്റുമുള്ള അത് കൊഴുപ്പുകളൊക്കെ മാറിക്കഴിയുമ്പോൾ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈം നമ്മുടെ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള എൻസൈമാണ്. ആ എൻസൈം പാൻക്രിയാസിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ 80% ഷുഗറിനെ നിയന്ത്രിത പരിധിയിലാക്കാൻ പറ്റും. പിന്നെ 20% നമുക്ക് വെട്ടിമാറ്റൽ ശസ്ത്രക്രിയ കൊണ്ട് നടത്തേണ്ടതാണ്. അത് നമുക്ക് മാറ്റപ്പെടുത്താൻ, നിയന്ത്രിത പരിധിയിലാക്കാൻ പറ്റും. നമ്മുടെ ഹാർട്ടിലുള്ള ബ്ലോക്കുകളെ നമുക്ക് അലിയിപ്പിച്ച് കളയാൻ നമ്മുടെ എണ്ണയ്ക്ക് പറ്റും. തൈറോയ്ഡ് പോലെ പ്രശ്നങ്ങൾ, യൂട്രസ് സംബന്ധ പ്രശ്നങ്ങൾ, നമുക്ക് തവിടെണ്ണ പണ്ടൊക്കെ കിഴി പിടിക്കുമായിരുന്നു. ഞാൻ എൻ്റെ പിള്ളേർക്കൊക്കെ മുരിങ്ങ ഇലയും നമ്മുടെ തവിടും ഉപ്പും കൂടെ കൂട്ടി കിഴി വെച്ചിട്ട് തുണിക്കകത്ത് കിഴി കെട്ടിയിട്ട് ആവിയിൽ വെച്ചിട്ട് അവരുടെ തൊണ്ടയ്ക്ക് വെക്കുമായിരുന്നു. അപ്പൊ അവർക്ക് അപ്പോൾ അവരുടെ ആ കഫക്കെട്ട് മാറുമായിരുന്നു. ഇത് അത്രമാത്രം തവിടിന് നമുക്ക് അത്ര നല്ലതാണ് നമ്മുടെ തവിട്. തവിട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയോ അന്ന് മുതൽ ജീവിതശൈലി രോഗങ്ങൾ വരാൻ തുടങ്ങി. ആ രോഗങ്ങളെല്ലാം നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ തവിടെണ്ണ ഉപയോഗിക്കൂ. തവിടെണ്ണ നമുക്ക് പണ്ട് നാട്ടുവൈദ്യന്മാർ പറയുന്നു, തവിട് കൊണ്ട് കിഴി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോമകൂപങ്ങളിൽ കൂടെ അത് ഉള്ളിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ ഞരമ്പുകളെയും എല്ലുകളെയും ബലപ്പെടുത്തും. ഏറ്റവും നല്ലതാണ് നമുക്ക് എല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ എണ്ണ. ഇത് പറയണമെങ്കിൽ നമ്മളെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് മീറ്റിങ്ങുകളിൽ നിന്നേ പഠിക്കാൻ പറ്റൂ. നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് കേട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആരുടെയും അടുത്ത് ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ബബബാന്നായി പോവും. അങ്ങനെ വരരുത്. അവരിങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയണമെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആ മീറ്റിങ്ങിനെ നമ്മുടെ കൂടെയുള്ളവരെ മീറ്റിങ്ങിൽ കയറ്റി അവരെയും പഠിപ്പിച്ചെടുക്കുമ്പോൾ ലീഡർമാരെ സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ ലീഡർമാർ പറയുന്നത്. ഞാൻ അങ്ങനെ പല ലീഡർമാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മളെല്ലാം ശ്രമിച്ച് നമുക്ക് പുതിയ പുതിയ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അവരെ ഫീൽഡിൽ ഇറക്കുക. ഫീൽഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീൽഡിൽ ചെന്നാലേ നമുക്ക് കസ്റ്റമറെ കാണാൻ പറ്റൂ. ആ കസ്റ്റമറോട് വിവരങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവരോട് നമുക്ക് ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള മഹിമ പറയണമെങ്കിൽ അവരെ ഉപയോഗിപ്പിക്കണം. ആദ്യം നമ്മൾ ഉപയോഗിക്കണം. നമ്മൾക്ക് അതിനൊരു കോൺഫിഡൻസ് വേണം. ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന മാറ്റം ഉണ്ടായി എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എൻ്റെ ഗ്യാസിന്റെ പ്രോബ്ലം മാറി എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയണമെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങുകൾ, അതുപോലെ നാളെ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും മാക്സിമം ആൾക്കാർ നമ്മുടെ സഫയർ മൂർത്തി സാറിന്റെയും നമ്മുടെ അഖില മാമിന്റെയും നമ്മുടെ ഹരിശങ്കർ സാറിന്റെയും, ഡോക്ടർ ഹരിശങ്കറാണ്. അപ്പൊ ഡോക്ടർ പറയുമ്പോൾ ജനങ്ങൾ ഒന്നുകൂടി അത് കേൾക്കും. നമ്മുടെ ടീമിലുള്ളവരെ ചെന്ന് കേൾപ്പിക്കുമ്പോൾ കോട്ടയത്താണ് CMS കോളേജിന്റെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പൊ അവിടെ വരുമ്പോൾ അവർ കേൾക്കുമ്പോൾ ഒരു ഡോക്ടറല്ലേ പറയുന്നത്. ഡോക്ടർ പറയുമ്പോൾ ആൾക്കാർ അംഗീകരിക്കും. ഡോക്ടർക്ക് ഇത്ര കൃത്യമായി പറയാൻ പറ്റുമെങ്കിൽ മെഡിസിൻ, നമ്മുടെ ഗുളികകൾ എത്ര മാരകമാണെന്ന് ഓർത്തോണം. രോഗത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കി പല രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതിനെ എല്ലാം മാറ്റപ്പെടുത്താൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പറ്റും, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത് ഉപയോഗിക്കാൻ പഠിക്കണം, ഉപയോഗിപ്പിക്കാൻ പഠിക്കണം. അതുപോലെ നമ്മൾ മീറ്റിങ്ങുകളിൽ പോയി എല്ലാ ക്ലാസ്സുകളും എല്ലാം കേട്ട് നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടായി നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് പറയാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ
വരുമാനം, ഇതിന്റെ അകത്തുനിന്ന് ഒരു വരുമാനം കിട്ടും. ആ വരുമാനം ഞാൻ ആദ്യം പറഞ്ഞോളൂ, എനിക്ക് ചെറിയ ചെറിയ വരുമാനം കിട്ടി. അത് പിന്നെ പിന്നെ കൂടി 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 വന്ന് ഇന്ന് 1,00,000 രൂപയ്ക്ക് അടുത്ത് വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ വരുമാനം കിട്ടുന്നതുകൊണ്ടാണ്, എനിക്ക് വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് എന്റെ മക്കളും എന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഇത് കിട്ടുമെങ്കിൽ അവർക്കും കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവര് പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്, അവർ പഠിക്കട്ടെ, എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യം എന്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ മോനും മോളും അത് ഏറ്റെടുക്കാൻ തയ്യാറായി. എന്റെ കസിൻ സിസ്റ്ററും കൂടി. ചേട്ടനുമുണ്ട്. ചേട്ടന് ഇത്രയും നാൾ അമ്മയെ നോക്കിക്കൊണ്ട് സമയം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ ചേട്ടനുമുണ്ട്. ഞങ്ങൾ എല്ലാവരുടെ കൂടി എല്ലാ സകുടുംബമായിട്ട് പോയി ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആൾക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയുന്നു. ചേട്ടൻ ഇലക്ഷൻ വർക്കിന് ചേട്ടന് പോകേണ്ടി വന്നു. പാർട്ടി ബേസ് നിൽക്കുന്നുണ്ട്. ചേട്ടൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് പലരെയും കാണാനുണ്ട്, പലർക്കും രോഗങ്ങൾ ഉള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, നമുക്ക് പല വീട്ടിലും പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് പോകാം. കാരണം നമുക്ക് ജനങ്ങളുടെ അടുത്തേക്ക്, നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങൾ കാണും. എത്ര സ്ത്രീകള്, നമ്മൾ സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ട്, എത്ര ലേഡീസ് നമുക്കിപ്പോ കീസോളിൽ കൂടെ ഓരോ സെഗ്മെന്റിൽ കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എത്ര സ്ത്രീകൾ നീറുന്നുണ്ട്. അവനവന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് ഭർത്താവിന് കൊടുത്തുകൊണ്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്തി അവർക്കൊക്കെ നമ്മളൊരു വരുമാനം കാണിച്ചു കൊടുത്താൽ അവർക്കൊക്കെ എത്ര സന്തോഷമായിരിക്കും, ഇല്ലേ? ഞാൻ GST കൂടെ അടയ്ക്കുന്നുണ്ട്. GST ഉണ്ട് കടയ്ക്ക്, GST കൂടെ അടയ്ക്കുന്നുണ്ട്. എനിക്കൊരു 1,10,000 1,10,000 രൂപയോളം ഒരു മാസം കിട്ടുന്നുണ്ട്. ചില മാസങ്ങളിൽ ഇച്ചിരി വേരിയേഷൻ വരാം, കിട്ടുന്നുണ്ട്. എനിക്കും എൻ്റെ സർക്കാരിന് വേണ്ടി, അല്ലെങ്കിൽ ഈ നമ്മളുടെ ഇന്ത്യയുടെ നവഭാരതത്തിന് വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ കുടുംബത്തിന് പറ്റുന്ന പോലെ ടാക്സിന്റെ രൂപത്തിലായാലും GST രൂപത്തിലായാലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നങ്ങളൊന്നും ഒത്തിരി ഇല്ലായിരുന്നു, എന്നാലും കുഞ്ഞുനാൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴും. കുറച്ച് സ്ത്രീകളെ നമുക്ക് രക്ഷപ്പെടുത്തണം, അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ എനിക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്ഥലമുണ്ട് ഇവിടെ. ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് പണിത് കുറച്ച് ലേഡീസിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം, ജോലി കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നെ ദൈവം, ഈശ്വരൻ നിയോഗിച്ചത് RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ കൂടെ അവർക്കൊക്കെ ജോലി കാണിച്ചു കൊടുക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അവരുടെ കുടുംബത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് അവസരമായിരുന്നു എൻ്റെ ദൈവം, എൻ്റെ ഈശ്വരൻ എനിക്ക് കൽപ്പിച്ചിരുന്നത്. അത് ഞാൻ ചെയ്തു. പല സ്ത്രീകളെ എല്ലാം കോർത്തിണക്കി അവർക്കെല്ലാം ഇന്ന് എന്നാലാവുന്ന വരുമാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അന്ന് ഇത്രയും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എത്ര പറ്റും, ഇല്ലേ? എന്നേക്കാളും കഴിവുള്ള എത്രയോ പേരുണ്ട് ഈ സൂമിൽ. ഇപ്പോ എത്ര സ്ത്രീകളുണ്ട് ഈ സൂമില്, വിദ്യാഭ്യാസമുള്ള എത്രയോ പേരുണ്ട്. നിങ്ങൾ ഓരോന്നിനെ കുറിച്ചും, നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും പഠിച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കൂ. നമ്മളെപ്പോലെ എത്ര സാധു സ്ത്രീകൾ, എത്രയോ ആൾക്കാരൊന്ന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെ കൈപിടിക്കൂ, അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തൂ. അവർക്കും ഒരു വരുമാനം, ആരോഗ്യം ഉണ്ടാക്കൂ, അതിൻ്റെ കൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കൂ. അന്നേരം അവരും എത്രയോ നമുക്ക് ബ്ലെസ്സിങ് ഉണ്ടാവും. അതിൽ കൂടെ എത്ര പേരുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും. നമുക്കും നമ്മുടെ കുടുംബത്തിനും അതിൽ കൂടെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാതെ എല്ലാവരും ഇറങ്ങൂ. എനിക്കിതാണ് പറയണേ. നാളെ എന്ന് പറഞ്ഞോളൂ. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കൂ. എനിക്ക് RCM, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്ലഡ്, അതായത് എൻ്റെ ബ്ലഡ് കൊടുക്കാൻ രൂപാന്തരം യാത്രയ്ക്ക് പോയപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഒത്തിരി പേര് ബ്ലഡ് കൊടുത്തില്ലെന്നല്ല പറഞ്ഞു. എനിക്ക് 7% എൻ്റെ ബ്ലഡ്. ആ 7% നിന്ന് 14-15% വരണമെങ്കിൽ നമ്മുടെ RCMന്റെ ഉൽപ്പന്നങ്ങൾ ന്യൂട്രിചാർജ് വുമണും ഒക്കെയാണ്. ഈ ന്യൂട്രിചാർജ് വുമൺ നിങ്ങൾ കൊടുക്ക്, എല്ലാവർക്കും കൊടുക്കുക. യൂട്രസിന് പ്രശ്നങ്ങളും, യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളും, ബ്രസ്റ്റിന് പ്രശ്നങ്ങളും, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെല്ലാം ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും തരുന്ന ഒരു ഇതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. അത് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കൂ. പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എത്ര നല്ലതാണത്, ഇല്ലേ? പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് RCM എൻ്റെ കയ്യിലേക്ക് വന്നത്. അന്ന് മുതൽ ന്യൂട്രിചാർജ് വുമൺ അന്ന് മുതൽ ഞാനത് ഉപയോഗിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ RCMൽ എന്നാണോ
ഡയമണ്ട് ക്ലബ്ബ് വന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് കാണിച്ചു കൊടുത്താലേ നമ്മുടെ ടീമിലുള്ളവർ അത് ചെയ്യുള്ളൂ. അത് ചെയ്യൂ, നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കൂ. ആ കൂടെ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സെയിൽ ചെയ്യണം. നമ്മൾ ഫീൽഡിൽ ഇറങ്ങി സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് വരുമാനം കിട്ടും. കാരണം 250 രൂപയുടെ ഒരു എണ്ണ നമ്മള് DP പ്രൈസ് 208 രൂപയ്ക്ക് കിട്ടുമ്പോൾ 42 രൂപ നമുക്ക് ലാഭമാണ്. ഇല്ലേ? അത് നമ്മുടെ പോക്കറ്റിൽ കിടക്കും. വേറൊരാളിലേക്ക് എടുത്തു കൊടുക്കുമ്പോൾ 250 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു, അവിടെ നമുക്ക് 42 രൂപ കിട്ടും. നമ്മൾ ഇന്ന് വെളിച്ചെണ്ണ, ഈ 450 രൂപയുടെ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ തവിടെണ്ണ, നല്ല ശുദ്ധമായ തവിടെണ്ണയ്ക്ക് 250 രൂപയുള്ളൂ. അവിടെ നമുക്ക് 200 രൂപ ലാഭം. ഈ ലാഭം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ജനങ്ങളുടെ അടുത്തിറങ്ങി പറയണം. എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അവർ ചോദിക്കുന്ന മറ്റുള്ളവർ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതെന്നൊക്കെ പറയും. പലതും കേട്ടു. ഞങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ഒത്തിരി 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 നെഗറ്റീവ്സ് കേട്ടു. നെഗറ്റീവ്സ് കേട്ടാലും ഇല്ല, ഇതിൽ ഉറച്ചു നിന്നിട്ടേ ഉള്ളൂ. ഇതിൽ എന്തോ ഉണ്ട്, ഇതിന്റെ ലക്ഷ്യം. കാരണം TCGയുടെ ആ വിഷൻ, അത് നമ്മളെ എല്ലാം TCGയുടെ കാര്യങ്ങളും ഓരോ ലീഡർമാരും നമ്മളെ പഠിപ്പിച്ചതാണ്. എൻ്റെ എല്ലാ ലീഡർമാരും എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് മാത്രമല്ല, ഞാൻ ഉപയോഗിച്ചു, എൻ്റെ കുടുംബത്തെ ഉപയോഗിച്ചു. കുടുംബത്തുള്ള പ്രശ്നങ്ങൾ മാറി, ആരോഗ്യം കിട്ടി. ഇതൊക്കെ നമുക്ക് കിട്ടിയ ആരോഗ്യം നമ്മൾ വെളിയിലിറങ്ങി പ്രചരിപ്പിക്കൂ. നമുക്കതിൽ കൂടെ വരുമാനം കിട്ടുന്നത് വെറുതെ കളയണോ? നമുക്ക് വരുമാനം കിട്ടൂല. ആരുടെയും മുമ്പിൽ ചെന്ന് ഒരു 100 രൂപ തരാമോന്ന് നമ്മൾ ചോദിക്കുന്നതിലും ഭേദം നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് നമ്മൾ സെയിൽ ചെയ്തു. സെയിൽ ചെയ്യാൻ വെളിയിലിറങ്ങി നിങ്ങൾ എല്ലാം സെയിൽ ചെയ്യണം. അങ്ങനെ സെയിൽ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. സെയിൽ ചെയ്യാൻ ഓരോ വീടാന്തരം കയറിയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാൻ പറ്റും, നിങ്ങൾ സെയിൽ ചെയ്യൂ. നമ്മുടെ ഈഗോ മാറ്റി വെക്കൂ. എനിക്ക് ഈഗോ ഇല്ലായിരുന്നു. ഞാൻ ഈഗോയുമായിട്ട് പ്രവർത്തിച്ചില്ല. ഇറങ്ങാൻ എനിക്ക് നല്ല ധൈര്യമായിരുന്നു, ഇറങ്ങി ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ വീട്ടില് ഒരു ബിസിനസ്മാൻ ആയിരുന്നു എൻ്റെ അച്ഛൻ. ഹോട്ടലിലെ ബേക്കറി, സ്റ്റേഷനറി എല്ലാം ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ. അപ്പൊ അവിടെ നിന്ന് നമ്മളെ കൊച്ചുനാളിൽ ഞങ്ങളെയൊക്കെ മേശക്കിൽ ഇരുത്തി സാധനങ്ങൾ കൊടുക്കുകയും പൈസ വാങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അടിസ്ഥാനമായിട്ട് ബിസിനസ് എന്താണെന്നുള്ള ഒരു അടിസ്ഥാനം എൻ്റെ ബ്ലഡിലേക്ക് കിട്ടിയത്. എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, നല്ല ആഹാരം ഉണ്ടാക്കുന്ന നല്ല ആഹാരമേ കൊടുക്കാവുന്നു. ഹോട്ടലിൽ നല്ല ആഹാരം കൊടുത്താൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു കൃത്രിമത്വം പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ കഴിക്കേണ്ടതാണ്, അതുപോലെ മതി മറ്റുള്ളവർ മക്കൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ബേക്കറിയിൽ ബോർമയുണ്ടായിരുന്നു. ബോർമയിൽ അവർ ചോദിക്കും, എൻ്റെ അച്ഛൻ്റെ പേര് ഗോപിനാഥൻ നായർ എന്നാണ്. എൻ്റെ അച്ഛനോട് ചോദിക്കും, ഗോപിച്ചേട്ടാ നമുക്ക് ഇതിന്റെ അകത്ത് കുറെ കെമിക്കൽ ചേർക്കാം. വേണ്ട, നോ, എൻ്റെ കടയിൽ നിന്ന് കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കണം. കാരണം എൻ്റെ മക്കൾ കഴിക്കുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മക്കൾ കഴിക്കുന്നത് എന്നെൻ്റെ അച്ഛൻ പറഞ്ഞ വാചകങ്ങൾ എൻ്റെ ബ്രെയിനിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പാലിച്ചു. അതാണ് പറയുന്നത്, നമ്മുടെ മുൻജന്മ സുഹൃതമാണ് നമ്മൾ RCM കണ്ടെത്തുന്നുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത സുഹൃതം കൊണ്ടാണ് ഞാൻ ഈ RCMൽ ഞങ്ങളും എത്തിയത്. അതുപോലെ തന്നെ നല്ല ആഹാരം കഴിക്കാനുള്ള ഒരു അവസരവും കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ എല്ലാവരും ഇറങ്ങുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. മീറ്റിങ്ങിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം പറഞ്ഞത്. മീറ്റിങ്ങും സെയിൽസും. നമ്മുടെ സെയിൽ ചെയ്തിരിക്കണം. നമ്മുടെ സെയിൽ ചെയ്താലേ നമ്മുടെ കൂടെ വരുന്ന ഓരോ വ്യക്തികളും സെയിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം സെയിൽ ചെയ്യണം. നമ്മൾ ഇറങ്ങി നമുക്കറിയാവുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം. കാരണം നമുക്ക് ഇതിനകത്ത് പരസ്യവും ഇടനിലക്കാരുമില്ല. നമ്മളാണ് പരസ്യം, നമ്മുടെ വാക്കുകളാണ് പരസ്യം ഇടനിലക്കാരും ഇല്ലാത്ത ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് എത്രയോ പേരോട് പറയാം. ആ പരസ്യ ഇടനിലക്കാർക്കും കൊടുക്കുന്ന പൈസ കമ്പനി നമുക്ക് തിരിച്ചു തരുന്നു, ഇല്ലേ? അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി പ്രവർത്തിച്ച് നല്ല വരുമാനങ്ങൾ വാങ്ങണം. അങ്ങനെ വരുമാനങ്ങൾ വാങ്ങുന്നതിൽ കൂടെ നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണം നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്കും ആരോഗ്യമുണ്ടാവും. ഞാൻ ഓർത്തിട്ടുണ്ട്, എനിക്കൊന്നും ഇപ്പൊ ഈ RCM എന്നൊരു പ്രസ്ഥാനം കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനൊക്കെ വീടിന്റെ ഏതേലും മൂലയിൽ ഏതേലും രോഗിയായിട്ട് മാറിയേനെ. ഇന്ന് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയി ആൾക്കാരോട് സംസാരിക്കാനും നമുക്കൊരു ഷോപ്പ് എടുത്ത് ധൈര്യത്തോടെ മുന്നേറാനും. എല്ലാരും പറയും ഷോപ്പ് നഷ്ടമാന്ന്. ഷോപ്പ് ഒരിക്കലും നഷ്ടമല്ല. നമ്മുടെ എല്ലാ സാധനങ്ങളും എല്ലാ ഷോപ്പുകാരും ഷോപ്പിൽ വാങ്ങിച്ചു വെക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഷോപ്പിൽ സാധനങ്ങൾ എടുത്തു വെച്ചാൽ നമുക്ക് അവിടെ ബിസിനസ് നടക്കും. നമ്മുടെ PV വർദ്ധിക്കും. നമുക്ക് PV ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ആ PV വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ സാധനങ്ങൾ എടുത്തു വെക്കണം. അതിന് നമ്മൾ നഷ്ടവും ലാഭവും നോക്കരുത്. നമുക്ക് നല്ല സെയിൽസ്, അതിൻ്റെ അകത്ത് നമ്മളെ ടേൺ ഓവർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസെന്റീവ് കിട്ടും. അത് മസ്റ്റായിട്ടും കിട്ടും. ഇൻസെന്റീവ് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ
ഷോപ്പിലുള്ളവരും അത് പ്രാണാന്ന് പേരിട്ട് ആ ഷോപ്പിൽ ഇൻസെന്റീവ് വാങ്ങുന്നവരാണ്. അപ്പൊ നിങ്ങൾക്കും അത് സാധിക്കും. കാരണം പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ നമ്മൾ ഒരിക്കലും നഷ്ടമാണെന്ന് പറഞ്ഞ് വാങ്ങി വെക്കരുത്. എല്ലാ സാധനങ്ങളും നമ്മുടെ കടയിൽ എടുത്തു വെക്കുമ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ നമ്മുടെ കടയിലേക്ക് വരും. എവിടുന്നായാലും ആൾക്കാർ എത്തിയിരിക്കും. അങ്ങനെ നമ്മുടെ കടയിലേക്ക് നമ്മുടെ ഷോപ്പിലേക്ക്, നമ്മുടെ RCM പ്രാണ കറുകച്ചാൽ ഷോപ്പിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ ടീമിലുള്ളവരും വരുന്നുണ്ട്. എല്ലാവരും സാധനങ്ങൾ ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഗോഡൌണിൽ പോകുമ്പോൾ എന്നോട് ഓരോരുത്തർ ചോദിക്കും, ഗോഡൌണിൽ പോകുന്ന നഷ്ടമല്ലേ? നമ്മളെ ഈ വണ്ടിയെ സാധനം കൊണ്ട് മിക്കവാറും ഗോഡൌണിൽ പോയാൽ നിങ്ങൾക്ക് എന്താ ലാഭം എന്ന് ചോദിക്കും. ലാഭവും നഷ്ടവും ഒന്നും അവിടെ നോക്കുന്നില്ല. ആൾക്കാർക്ക് നല്ല നമ്മുടെ RCM എന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാവർക്കും കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഞാൻ RCMനെ ഇത്രമാത്രം വർഷങ്ങളായിട്ട് ഇത്രമാത്രം പ്രചരിപ്പിക്കുമ്പോൾ എന്റെ ഷോപ്പിൽ, എന്റെ ഷോപ്പല്ല, നമ്മുടെ RCMകാരുടെ ഷോപ്പാണ്. ഈ ഷോപ്പിൽ സാധനങ്ങൾ ഇല്ല എന്നും പറഞ്ഞ് എല്ലാവരും നെഗറ്റീവായിട്ട് പോകുമ്പോൾ എനിക്കത് വലിയ വിഷമമാണ്. കാരണം എന്റെ ശരീരത്തിൽ കൂടി ഓടുന്ന ബ്ലഡ്, അല്ലെ എന്റെ ശ്വാസം RCM ആണ്. ഞാൻ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്റെ കുടുംബവും. അതുകൊണ്ട് അതിന്റെ അകത്ത് ഒരു മിസ്റ്റേക്കും വരാൻ ഞാൻ സമ്മതിക്കാറില്ല. നമ്മൾ കർശനമാണ്. ആര് വന്നാലും ഒരേ സമീപനമായിരിക്കണം. ആരോടും മോശമായിട്ട് പെരുമാറരുത്. എല്ലാവരോടും ചോദിക്കൂ, അവിടെ വരുന്നവരോട് എല്ലാവരോടും ചോദിക്കൂ അവരോടുള്ള സമീപനം. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മള് ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ വരുന്നവരോട് നല്ല സമീപനത്തോടെ നിന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. നമ്മുടെ ഷോപ്പിൽ സാധനങ്ങള് കുറവ് വരുമ്പോൾ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തത് വെച്ചിരിക്കണം. സുഭാഷ് സാർ എന്നോട്, നമ്മളെ എമറാൾഡ് സുഭാഷ് സാർ, കോട്ടയത്തിന്റെ എമറാൾഡ് സുഭാഷ് സാർ എന്നോട് പറഞ്ഞത്, ബിന്ദു മാഡം, ഷോപ്പിൽ ഒന്നിനും ഷോർട്ടേജ് വരരുത്. സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അവിടെ അന്നേരെ സാധനങ്ങൾ എടുത്ത് വെച്ചുകൊള്ളണം. പുതിയ പുതിയ സാധനങ്ങൾ വെച്ചുകൊള്ളണം. അവിടെ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. അങ്ങനെ വേണം ഷോപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു. അത് ഞങ്ങൾ ഇന്നും അതനുസരിക്കുന്നുണ്ട്. എത്ര ത്യാഗം കഴിച്ചാണേലും ഞങ്ങൾ പോയി ആ ഷോപ്പിനെ മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോവാണ്. ആര് വന്നാലും സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഷോപ്പുകാരും ഒന്ന് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ RCM എത്ര വളരും, എത്ര ഉയരങ്ങളിലെത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെ നമ്മുടെ TCG ആഗ്രഹിക്കുന്ന ആ വിഷൻ, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ത്യാഗം കഴിച്ചു. ആ ലക്ഷ്യത്തിൽ എത്താൻ എന്നെ കൊണ്ട് പറ്റും. RCM എന്ന പ്രസ്ഥാനം, നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. അതാണ് നമുക്ക് മറ്റു നെറ്റ്വർക്ക് പോലെയല്ല. നമുക്ക് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിൽ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും RCMന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. എല്ലാവരെയും ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഇവിടെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തിന് വരുന്നതോടെ തന്നെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം. കൃഷിയുടെ എല്ലാ സാധനങ്ങളും, എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിച്ച് നമ്മൾ മണ്ണിലേക്ക് ചെയ്യണം. നമ്മുടെ ഷോപ്പില്, ഞങ്ങളുടെ കോട്ടയത്തിന്റെ ഒരു പ്രസന്നകുമാർ എന്ന് പറഞ്ഞ തിരുമേനിയാണ്. തിരുമേനി വരും. തിരുമേനി എന്ത് ന്യൂട്രീഷൻ, നമ്മുടെ കൃഷിയുടെ എന്തെല്ലാം സാധനങ്ങൾ എന്തെല്ലാം വളങ്ങൾ വാങ്ങിച്ചാണ് തിരുമേനി ആ കൃഷി ചെയ്യുന്നത്. അത് നമുക്ക് വളരെ അത്ഭുതം തോന്നും. അതുപോലെ തന്നെ കുമളിയിലും എല്ലാ ഭാഗത്തും നമുക്ക് കൃഷി ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ഒത്തിരി പേരുണ്ട്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ നല്ല പയറും നല്ല വെണ്ടയും നല്ല കപ്പയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതിന് നമുക്ക് നല്ല ജൈവ വളങ്ങളുണ്ട്. ഇതും നമ്മളെ മറ്റുള്ള കൃഷിക്കാരോടൊന്ന് പറയൂ, അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കാൻ പഠിപ്പിക്കൂ. അതിൽ കൂടെ നമുക്ക് നല്ല ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും ഒരു നല്ല വരുമാനത്തിലേക്ക് വരണം. ആരോഗ്യമുള്ള ഒരു ആരോഗ്യമുള്ള ഒരു ജനതയായിട്ട് നമ്മൾ വരണം. അതുപോലെ ജോയിനിങ് കൂട്ടു. ജോയിനിങ് നമ്മളെ ഇറങ്ങി നമ്മുടെ ബിസിനസ് വളരണമെങ്കിൽ നമുക്ക് ജോയിനിങ് ആവശ്യമാണ്. റീപർച്ചേസ് ആവശ്യമാണ്. ജോയിനിങ് ചെയ്യുന്നവരെ കൊണ്ട് റീപർച്ചേസ് ചെയ്യിക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. ജോയിനിങ്, നമ്മൾ പുതിയ വ്യക്തികളെ കണ്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ബയറാക്കൂ. ആ അസോസിയേറ്റ് ബയറാക്കണമെങ്കിൽ നമ്മളെ മീറ്റിങ്ങുകൾക്ക് കൂടണം. നമ്മുടെ അപ്ലൈൻസ് നമ്മുടെ അമ്മയെ പോലെ കാണണം. അവരോട് ചോദിച്ച് അവർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ പോകാൻ. നമ്മൾ തന്നിഷ്ടത്തോടെ പോകരുത്. ആ നിർദ്ദേശത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ ജോയിനിങ് കൂട്ടണമെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജോയിനിങ് കൂട്ടാൻ പറ്റുള്ളൂ. ആ ജോയിനിങ് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരെയും വിളിച്ച് നമ്മൾ റീപർച്ചേസ് ചെയ്യിക്കണം. റീപർച്ചേസ് ചെയ്താലേ നമ്മുടെ PV കൂടുകയുള്ളൂ. അത് തന്നെയല്ല, ഇത് ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1000 രൂപയുടെ സാധനം എടുത്ത് വീണ്ടും നമുക്ക്
ആക്ടിവേഷൻ ആക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ പോകാതെ എല്ലാവരെ കൊണ്ട് റീപർച്ചേസ് ചെയ്യിക്കൂ. റീപർച്ചേസ് ചെയ്യുന്ന കൂടെ നമ്മുടെ ബിസിനസ് വോളിയം വളരത്തില്ലേ? ബിസിനസ് വോളിയം കൂടുമ്പോൾ നമ്മൾ ബിസിനസ് വോളിയത്തിനാണ് ഓടി നടക്കുന്നത്. ബിസിനസ് വോളിയം കൂടുമ്പോൾ നമ്മൾ ഏത് സ്ലാബിൽ നിൽക്കുന്നു അതനുസരിച്ച് നമുക്ക് കമ്പനി പൈസ തരും. നമ്മൾ ബിഗിനർ സ്റ്റാർട്ടർ ഓപ്പണർ എന്ന് പറഞ്ഞ ലെവലിൽ വരുമ്പോൾ നമുക്ക് കമ്പനിയുടെ ഇൻസെന്റീവ് നമുക്കും കൂടെ തരും. മന്ത്ലി ഇൻസെന്റീവ് തരും നമുക്ക്. അത് മുതൽ മുകളിലേക്ക്, ഓപ്പണർ മുകളിലേക്ക് മന്ത്ലി ഇൻസെന്റീവ് തരും. അതുപോലെ തന്നെ ഇയർലി ബോണസ് നമുക്ക് തരും. ഏത് കമ്പനിയുണ്ട് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് വെളിയിൽ ഇറങ്ങി പറയാൻ പറ്റും. ഏത് കമ്പനിയുണ്ട് കമ്പനി ഇൻസെന്റീവ് തരുന്ന, നമുക്ക് തിരിച്ച് ബോണസ് ആയിട്ട് തരുന്ന ഏത് കമ്പനിയുണ്ട്? ഒരു കമ്പനിയും ഇല്ല. ആ ബോണസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബോണസ് വരുമ്പോൾ ഓരോ ലെവലിൽ നിൽക്കുന്നവർക്ക്, മുകളിലേക്കും ഒക്കെ നിൽക്കുന്ന ലെവലുകാർക്ക് 2,50,000 വരെയൊക്കെ കിട്ടുന്ന, എനിക്ക് 2,30,000 വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടും. ബോണസും മന്ത്ലി ബോണസും ഇയർലി ബോണസും എല്ലാം കൂടെ കൂട്ടി അങ്ങനെ കിട്ടുന്ന ഏത് പ്രസ്ഥാനമുണ്ട്? അതോ ഒരു സ്ത്രീയായ എനിക്ക് എന്റെ കുടുംബത്തിന്റെ ഭദ്രത നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. എന്റെ ഏജ് അല്ല നിങ്ങൾക്ക്. എത്രയോ ചെറുപ്പക്കാരുണ്ട് ഇതിനകത്ത്. അവരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരും ഇറങ്ങും. അവർക്ക് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. വിദ്യാഭ്യാസമുള്ള നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ആൾക്കാരുണ്ട്. ഒരു നേഴ്സ് പറയുന്ന, ഒരു ഡോക്ടർ പറയുന്നു. അതാണ് പറഞ്ഞത്. ഹരിശങ്കർ മൂർത്തി സാറിന്റെ മോൻ, സഫേർ മൂർത്തി സാറിന്റെ മോന്, അഖില മാഡത്തിന്റെ, നമ്മുടെ റോസസ് പ്ലാറ്റ്ഫോമിന്റെ ഇത് തീരുമാനിച്ച് നമ്മളെ ലേഡീസിനെ വിളിച്ച്, ടെക്നിക്കൽ അച്ചീവർമാരെ വിളിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയം വിജയഗാഥകൾ പറഞ്ഞു തരാൻ നമ്മുടെ അഖില മാഡത്തിന്റെ മോനും മൂർത്തി സാറിന്റെ മോനുമായ ഹരിശങ്കർ ഡോക്ടറാണ്. അദ്ദേഹം നമുക്ക് വന്ന് നല്ലൊരു ക്ലാസ് തരുവാണ്. അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ മീറ്റിങ്ങിൽ നമ്മുടെ കോട്ടയത്ത് വന്ന് അത് കേൾക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ മൂർത്തി സാറിന്റെ ഉച്ചയ്ക്ക് ശേഷം മൂർത്തി സാറിന്റെ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ട്. അതിന് നമുക്ക് പോകണം. അതുപോലെ തന്നെ നമുക്ക് ഒരു പാസീവ് ഇൻകം തരുന്നതാണ് നമ്മുടെ RCM. അതെല്ലാവർക്കും അറിയാം. ഒരു പാസീവ് ഇൻകം, എനിക്ക് കിട്ടുന്ന വരുമാനം ഞാനില്ലെങ്കിൽ എൻ്റെ നോമിനിയായ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേട്ടന് കിട്ടും. ചേട്ടനും ഇല്ലെങ്കിൽ മക്കളിലേക്ക് കൊടുക്കാൻ പറ്റും. 7 തലമുറ വരെ തരാൻ പറ്റുന്ന പാസീവ് ഇൻകം തരുന്ന ഏത് കമ്പനിയുണ്ട് ഇന്ന്? ഒരു കമ്പനികളുമില്ല. ആ പാസീവ് ഇൻകം തരാൻ പറ്റുന്ന ഈ കമ്പനി നമ്മുടെ RCMൽ ഉറച്ചു നിൽക്കണം. എല്ലാവരും വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കണം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. വിശ്വസിക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ വിശ്വസിച്ച് നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട്, ആ ടീമിൽ എല്ലാവരെയും ശക്തരാക്കിക്കൊണ്ട്, മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഫീൽഡിൽ ഇറങ്ങി സെയിൽ ചെയ്ത് എല്ലാവരെയും കോർത്തിണക്കി സ്ത്രീകൾ ശക്തമായിട്ട് ഇറങ്ങണം. ശക്തരായിട്ട് 2015 എനിക്ക് ഇറങ്ങാൻ പറ്റിയെങ്കിൽ, അന്ന് ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ, എന്നെ പോലെ തന്നെ കുറച്ച് ലേഡീസ് ഇറങ്ങി പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രവർത്തിച്ചു കൂടെ? എത്രയോ സ്ത്രീകൾ ഒരു വരുമാനമില്ലാതെ ഓടി നടക്കുന്നു, ആരോഗ്യമില്ലാതെ ഓടി നടക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ പറയുന്നതുകൊണ്ട് പുരുഷന്മാരെ പറയുന്നില്ലെന്ന് പറയരുത്. നമുക്ക് സ്ത്രീകൾക്ക് വരുമാനമുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഭദ്രത വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കൂ, സെയിൽ ചെയ്യൂ. സെയിൽ ചെയ്യുന്നതിൽ കൂടെ വരുമാനം ഉണ്ടാക്കൂ. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യൂ. മീറ്റിങ്ങുകളിൽ പങ്കെടുക്കൂ. എല്ലാവരെയും പങ്കെടുപ്പിക്കൂ. അതിൽ കൂടെ പഠിക്കാൻ പഠിക്കൂ. ഇതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മുടെ ടീമിന് വേണ്ടി എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒന്നിച്ചു കൊണ്ടുപോയി എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. ഈ 2025 തീരുവാണ്. 2026 കടക്കുമ്പോൾ നല്ലൊരു വിജയം കേരളത്തിലെ എല്ലാ ലീഡേഴ്സിനും, എല്ലാ ഗ്രൂപ്പിനും, എല്ലാ ടീമിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അതിന് ശ്രമിക്കുക. അതിന് നമ്മൾ ഇനിയുള്ള സമയം, ഈ സമയത്ത് ക്രിസ്തുമസ് വരുന്നു. ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ ഉണ്ട്. അതിന് പള്ളിയിൽ പോകേണ്ടവരൊക്കെ ഉണ്ട്. എന്നാലും പള്ളിയിൽ പോകുന്നൊക്കെ ആണെങ്കിലും അതൊക്കെ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനിടയ്ക്ക് കുറച്ച് സമയം RCMന് വേണ്ടി ഉപയോഗിക്കൂ. RCMന്റെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. നാളത്തെ മീറ്റിംഗ് വളരെ ശക്തമായ മീറ്റിംഗ് ആണ്. എല്ലാവരും വന്ന് കേൾക്കൂ. കാരണം മൂർത്തി സാറ് പ്രൊഡക്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ, ഞങ്ങളൊക്കെ പഠിച്ചതൊക്കെ അങ്ങനെയാണ്. ആ പ്രോഡക്റ്റ് ട്രെയിനിങ്ങും എല്ലാം നമുക്ക് പഠിക്കണമെങ്കിൽ, എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ടീമിനെ കൂട്ടിക്കൊണ്ട് നാളത്തെ മീറ്റിങ്ങിന് വരിക.
കോട്ടയം CMS കോളേജിൽ ഞാൻ മീറ്റിങ്ങിന്റെ ഒന്ന് പറയുവാണ്. കോട്ടയം CMS കോളേജിന്റെ കോമ്പൗണ്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ നമുക്ക് നാളെ രാവിലെ 10 മുതൽ ഒരു 3:30 വരെ നമ്മുടെ ഫുഡുണ്ട്. നമ്മുടെ മൂർത്തി സാറും സഫേർ മൂർത്തി സാറും അഖിലാമാം സ്ത്രീ ശാക്തീകരണത്തിന് ഉത്തമ ഉദാഹരണമാണ്. എത്ര പവർഫുൾ ആയിട്ടാണ് മാഡം ഓരോ കാര്യങ്ങളും പറയുന്നത് അല്ലേ? നമ്മളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാഡം എന്ത് ത്യാഗം കഴിക്കുന്നു ഇല്ലേ? അതിനു വേണ്ടി നമ്മളെല്ലാം ഒത്തൊരുമിച്ച് എല്ലാ സ്ത്രീകളും എല്ലാവരും വിജയിച്ചുകൊണ്ട് നമ്മുടെ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഹോം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് നമ്മള് ഹോൾ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളെ അറിവുകളുടെ ആയുധമാക്കി ആ അറിവിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് എല്ലാ ടീമിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രയത്നിച്ച് കേരളത്തിൽ എല്ലാവരും ഒരു വൻ വിജയത്തോടെ 2025 2026 കടക്കുമ്പോൾ എല്ലാവരും പുതിയ പുതിയ വിജയങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് RCM.